ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു, ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്നു അവരെ ഉപദേശിക്കുവാൻ തുടങ്ങി. ഈ വചനത്തിൽ യേശുക്രിസ്തു ഉപദേശം നൽകുന്നതായി നാം വായിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? മനുഷ്യൻ പാപിയാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി. പാപത്തിനുള്ള ശിക്ഷ നിത്യമായ നരകമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ഈ ശിക്ഷയിൽ നിന്ന് മാനവരാശിയെ വീണ്ടെടുക്കുവാനായി യേശുക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു. തൻ്റെ ഉപദേശത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നതാണ്. പാപിയായ മനുഷ്യൻ്റെ ഹൃദയം പാപത്താൽ അശുദ്ധമാണ്. അവൻ്റെ ഹൃദയത്തിലെ ഓരോ വിചാരങ്ങളും മലിനമാണ്. പാപത്തിൻ്റെ വലയിൽ നിന്ന് പുറത്തു കടന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് മാനസാന്തരമാണ്. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യന് ഇത് സാധ്യമാക്കുന്നത്. കാരണം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനുള്ള ശിക്ഷ അവൻ സ്വയം ഏറ്റെടുത്തു. ദൈവക്രോധം സഹിച്ച് മരണം അനുഭവിച്ചു. 3-ാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന എല്ലാവർക്കും രക്ഷിക്കപ്പെടാം. യേശുക്രിസ്തുവിൽ മാത്രം മനുഷ്യന് രക്ഷ കണ്ടെത്താം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഉപദേശം മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവവൈതലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.